കാരണം താൻ കയറുകൾക്ക് ഒതുങ്ങുന്നവനല്ല. ഭഗവാൻ അനുവദിച്ചു കൊടുത്തു എന്നാണ്. ആ അനുവദിച്ചു കൊടുത്തതും ഭഗവാൻ ആദ്യം കൊണ്ടുവന്ന കയറുകൊണ്ട് തന്നെ ഭഗവാനെ കെട്ടിയിടാൻ സാധിച്ചു എന്ന് അവരവരെല്ലാം അങ്ങോട്ട് കെട്ടിയിട്ടു. എന്നിട്ട് യശോദാദേവി രോഹിണീദേവി അങ്ങോട്ട് പോയപ്പോൾ ഗോപികമാര് പറഞ്ഞു, ഇങ്ങനെ വേണം, ഞങ്ങളുടെ വീട്ടിലെ കുടം പൊട്ടിക്കുമ്പോഴേ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാല് കെട്ടെടുക്കുമ്പോഴേ ഒരു ദിവസം ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ലല്ലേ, അവിടെ ഇരിക്കും, ഇന്ന് ഒരലിന്റെ മുകളിൽ കിടക്കുന്നേ, കാണിച്ചു തരാം, ഞങ്ങൾക്ക് ഇന്ന് ഒരു സന്തോഷത്തിന്റെ ദിവസം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ കളിയാക്കാൻ തുടങ്ങി. ഭഗവാൻ ഒരു മൈൻഡും ഉണ്ടായില്ല. ഭഗവാൻ എന്ത് ചെയ്താ ഒരലൊക്കെ മറച്ചിട്ട് അവിടുന്ന് ഉരുളാൻ തുടങ്ങി. എന്നാ പിന്നെ ഒരലുകൊണ്ടാവാ അടുത്ത ലീലാണ്. അങ്ങനെ ഉരുട്ടി 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 ആ സാധനത്തെ കൊണ്ടുപോയി 2 മരുതവൃക്ഷങ്ങളുടെ ഒരു വി ആകൃതിയിൽ മരുതവൃക്ഷങ്ങളുണ്ടായിരുന്നു. ഭഗവാന് തോന്നി അതിന്റെ ഉള്ളിൽ കൂടെ ഇവർ ഒരലെന്ന് കൊണ്ടുപോകണം. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ തോന്നുക. എന്താ സാധ്യമല്ലാത്ത അതേ അവർ നോക്കുള്ളൂ, സാധിക്കാൻ പറ്റുമോ എന്നുള്ളത്. മതിലിൽ കയറരുതെന്ന് കുട്ടിയോട് പറഞ്ഞാൽ അപ്പം അവൻ കയറി അതിന്റെ മുകളിൽ കയറി നോക്കും. മോനെ അതിന്റെ മുകളിൽ ചാടുതാ, ചാടി കഴിഞ്ഞു. കുട്ടികൾക്ക് അങ്ങനെ ചെയ്യരുത് പറഞ്ഞാൽ അപ്പം ചെയ്തിരിക്കും. ഭഗവാനെ തോന്നി അത് തന്നെ ചെയ്യാൻ. ആ മരുതവൃക്ഷങ്ങളെ ഒരല് തട്ടിയതും ഒരു നിമിഷം കൊണ്ട് ആ 2 വൃക്ഷങ്ങളും കടപുഴകി വീഴാൻ തുടങ്ങി. ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നു 2 ദിവ്യരൂപങ്ങൾ അതിന്റെ ഉള്ളിലൂടെ പുറത്തു വരുന്നു. അവർ രണ്ടുപേരും ഭഗവാനെ കൈകൂപ്പി നമസ്കരിച്ച് തൊഴുത് അവിടെ നിന്നും സ്തുതിക്കാൻ തുടങ്ങി. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ മഹായോഗിൻ ത്വമാദ്യപുരുഷപരാം വ്യക്താവ്യക്തമിതം വിശ്വം രൂപം തേ രാവണാവിധു. ഭഗവാനെ, അങ്ങനെ ഞങ്ങള് ഇപ്പോഴാണ് ആ മാഹാത്മ്യവും മഹത്വവും അവിടുത്തെ ചൈതന്യശക്തി ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങളോട് പൊറുക്കണം. ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞങ്ങളാണ് കുബേരന്റെ മക്കളായ നളകൂപര മണിഗ്രീവന്മാര് എന്നറിയപ്പെടുന്നവര്. ഭഗവാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ മരങ്ങളായതെന്ന്. അതല്ലേ ഭഗവാനെ പറ്റിയത്? ഞങ്ങൾ ഒരിക്കൽ വസ്ത്രമൊന്നുമില്ലാതെ ഗംഗയിലിറങ്ങി അപ്സരസുകളുടെ കൂടെ ഇത്തിരി മദ്യം കൂടി കഴിച്ചിട്ട് ആടിപ്പാടി. ആ സമയത്ത് നാരദ മഹർഷി അവിടെ വന്നിട്ട് പറഞ്ഞു, കഷ്ടം, ഇത്ര പവിത്രമായ ഗംഗയിലിറങ്ങി തോന്നിവാസം ചെയ്യാനാണല്ലോ നിങ്ങൾക്ക് തോന്നിയത്, ജലക്രീഡ ചെയ്യാനാണല്ലോ തോന്നിയത്, പാപം അകറ്റേണ്ട ഗംഗയിൽ പാപം വർദ്ധിപ്പിക്കാനാണല്ലോ നിങ്ങൾക്ക് തോന്നിയത് എന്ന് പറഞ്ഞ് ഞങ്ങളെ 2 പേരെയും ശപിച്ചു. നിങ്ങൾ 2 പേരും മരങ്ങളായി പോട്ടെ. ഡ്രസ്സൊന്നും ഉടുക്കാതെ നടക്കുന്നവർക്കുണ്ടാവുന്ന ശാപമാണത്രേ മരങ്ങളായി തീരുക എന്നുള്ളത്. അങ്ങനെ മരങ്ങളായി തീർന്നതാണ്. ഞങ്ങൾ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ അവതരിക്കും. അങ്ങനെ അവതരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരലുകൊണ്ടൊരു മുട്ട് കിട്ടും, അന്ന് നിങ്ങൾ നേരെയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരലുകൊണ്ടൊരു തട്ട് കിട്ടിയിരിക്കണമെന്ന്. പണ്ടുള്ളവർ പറയും ഒന്നേ ഉള്ളൂ വെച്ചാൽ ഒലയ്ക്കുണ്ട്. ഇവിടെ 2 എന്നുള്ളതുകൊണ്ട് ഒരലുകൊണ്ട് ഒലയ്ക്ക് ഒഴിവാക്കി ഒരലുകൊണ്ട് കൊടുത്തു എന്നാണ്. ഏതായാലും ഇപ്രകാരം ഭഗവാനെ, ഇപ്പൊ ഞങ്ങൾ ശാപമോക്ഷത്തിൽ നിന്ന് മുക്തരായിരിക്കുന്നു, അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ വീണ് അവർ അപേക്ഷിക്കുന്നൊരു വരമുണ്ട്. ഭഗവാനെ, ഇനിയെങ്കിലും ഞങ്ങൾക്ക് സദ്ബുദ്ധി ഉണ്ടാവാൻ എന്ത് വേണം? വാണീ ഗുണാനുകഥനേ ശ്രവണോ കഥായാം ഹസ്തോ ജകർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസജകൾ പ്രണാമി ദൃഷ്ടിം സദാം ദർശനേസ്തുതവൽതനൂനാം. ഭഗവാനെ, ഇനി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഏത് രൂപത്തിൽ? വാണീ ഗുണാനുകഥനേ, ഞങ്ങളുടെ നാവുകൊണ്ട് നല്ലത് പറയാൻ ഞങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും ഓരോ വാക്കുകളും എനർജിയാണ്. ഇത് ഫിസിക്സ് കണ്ടെത്തിയ കണ്ടെത്തലാണ്. ഇപ്പൊ എനർജിയിൽ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും ഉണ്ട്. അത് പ്രകൃതിയുടെ നിയമമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ പ്രകൃതിയിൽ വ്യാപാരം നടക്കുള്ളൂ. നമ്മൾ ഓരോരുത്തരും എന്ത് സംസാരിക്കുന്നുവോ അതിൻ്റെ ഒരു തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. ദുഃഖത്തോടുകൂടി സംസാരിക്കുമ്പോൾ ദുഃഖത്തിന്റെ തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. സന്തോഷത്തോടുകൂടി സംസാരിക്കുമ്പോൾ സന്തോഷത്തിന്റെ തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഏത് തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നുവോ ഏത് തരത്തിൽ സംസാരിക്കുന്നുവോ ആ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കണം. അമ്പലത്തിൽ പോയാൽ നമ്മുടെ മനസ്സ് വേഗം ശാന്തമാവാൻ എന്താ കാരണം? അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന തരംഗങ്ങൾ ഒരു പോസിറ്റീവാണെന്ന് പറയണം. അപ്പൊ നമ്മുടെ വീട്ടിലും നമുക്ക് ഇരിക്കുമ്പോൾ ശാന്തിയും സ്വസ്ഥതയും കിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടെയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ നമുക്കുണ്ടാക്കി വെക്കണമെന്ന് പറയാൻ. ഇപ്പോൾ ഇതൊക്കെ കണ്ടെത്താനുള്ള കോഡുകൾ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. ആ സാധനം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് നെഗറ്റീവ് ഇതൊക്കെ കാണാം, വൈബ്രേഷൻ കാണാൻ സാധിക്കും.
അപ്പൊ നമ്മുടെയൊക്കെ വീട്ടില്, നമ്മുടെയൊക്കെ അടുത്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ നെഗറ്റീവായിട്ട് നേരെയാവില്ല, ശരിയാവില്ല, ജീവിച്ചു തന്നെ ശരിയായിട്ടില്ല, ഇങ്ങനെ ചത്തുപോയാൽ മതിയെന്നു, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു 1000 ആവർത്തി പറയുകയാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ കൂടെ എപ്പോഴും ഒരു നെഗറ്റീവ് വൈബ്രേഷനേ ഉണ്ടാവുള്ളൂ പറയാം. എന്നാൽ എപ്പോഴും നമ്മളൊരു പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഭഗവാനെ അവിടുന്നുണ്ടെങ്കിൽ എന്താ ഒരു ബുദ്ധിമുട്ടുള്ളത്, അവിടുന്നുണ്ടാവുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല, ഭഗവാനുണ്ടല്ലോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാറ്റിനെയും അതിവർത്തിക്കാനുള്ള ഒരു പോസിറ്റീവ് ശക്തി നമ്മളിൽ ഉണരുന്നവരെയാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് മൈൻഡ് വളരും, പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് മൈൻഡ് വളരും. ഇതൊക്കെ മൈൻഡിലാണ് ഇരിക്കുന്നത്. മനസ്സിന് പോസിറ്റീവ് ആവാൻ സാധിക്കും, നെഗറ്റീവ് ആവാൻ സാധിക്കും. നമ്മൾ ഗുരുവായൂരിൽ സപ്താഹം നടത്തിയിരുന്നു. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്ത KPC ഭട്ടതിരിപ്പാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ LIC ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു കോഡുണ്ട്, അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. പുതിയൊരു ഇലക്ട്രോണിക്, അദ്ദേഹം അതുകൊണ്ട് നടക്കും ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് വൈബ്രേഷൻ. അങ്ങനെ ചെയറിൽ വെച്ചിട്ടും അത് വെച്ചിട്ടും വാർപ്പിന്റെ വീട്ടിൽ വെച്ചിട്ടും വെള്ളം നോക്കിയിട്ടും പൈപ്പിലെ വെള്ളവും അങ്ങനെ ഇതൊക്കെയായിട്ട് അദ്ദേഹം പ്രകൃതി മുഴുവൻ നെഗറ്റീവാണെന്ന് പറയണ്ടായി. മമ്മി എന്നൊരാളെ കൊണ്ട് പറയിപ്പിച്ചു. എന്നിട്ട് അയാളുടെ ആ മമ്മി എന്ന് പറയുമ്പോൾ ആ കോഡ് വെച്ചപ്പോൾ നെഗറ്റീവായി. നാരായണ എന്ന് പറയിപ്പിച്ചു, അപ്പൊ അത് പോസിറ്റീവായി. ഇതൊക്കെ ഇങ്ങനെ എങ്ങനെ അയാൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും കോഡ്. ഒരു ഇലക്ട്രോണിക് ഇവിടെ വച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ സാധനം? ഗീതാ ക്ലാസ്സിൽ ഒരാൾ കൊണ്ടുവന്നു. ശരി. അപ്പൊ അങ്ങനെ ഒരു കോഡുണ്ട്. അത് സത്യമാണോ അല്ലേ എന്നുള്ള വിട്ടേക്കോ, അതിലും ചില കാര്യങ്ങളുണ്ട്. ഏതായാലും ഇദ്ദേഹം വാച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ആരും ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം വാച്ച് കൊണ്ടുകൊടുത്തു. ഈ സാധനത്തിൽ വെച്ചപ്പോൾ അത് നെഗറ്റീവായി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന സാധനം നെഗറ്റീവാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ആളുകൾ ചിലരൊക്കെ വാച്ച് അഴിക്കാൻ തുടങ്ങി. ഞാൻ ഉടനെ പറഞ്ഞു ആരും സപ്താഹവേദിയിൽ വെച്ച് പോകണ്ടെന്ന്. കാരണം വാച്ച് പോയിട്ട് പിന്നെ നാളെ അനൗൺസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവരോട് വാച്ച് കയ്യിൽ വെച്ചിട്ട് നാമം ചൊല്ലാൻ പറഞ്ഞു. ആളുകളെ കൊച്ചത്തിൽ നാരായണ 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 ചൊല്ലിയിട്ട് വീണ്ടും ആ മെഷീന്റെ അടുത്ത് കൊണ്ടുവച്ചു. ആ സമയത്ത് അത് പോസിറ്റീവായി. അപ്പൊ നാമം ചൊല്ലിയപ്പോൾ ഈ നെഗറ്റീവായ സാധനം പോസിറ്റീവായി. എന്നിട്ട് അദ്ദേഹം പിന്നെ നാമത്തിന്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞു നിർത്തി. അപ്പോ അതിനുശേഷം നമ്മുടെ പ്രഭാഷണത്തിൽ നമ്മളിതാ പറഞ്ഞത്, മനസ്സിന് ഏത് വസ്തുക്കളെയും പോസിറ്റീവാക്കാം, മനസ്സിന് ഏത് പോസിറ്റീവ് വസ്തുക്കളെയും നെഗറ്റീവാക്കാൻ പറ്റും. അപ്പൊ ആരാ ഇതൊക്കെ ആക്കി തീർക്കുന്നത്? നമ്മുടെ മനസ്സാണ്. അപ്പൊ നമ്മൾ നല്ലത് ചിന്തിച്ചാലേ നല്ലത് പറയാൻ പറ്റുള്ളൂ, നല്ലത് പറഞ്ഞാലേ നല്ലത് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അതിനെന്ത് വേണം? അതുകൊണ്ടാണ് കീർത്തനം ചൊല്ലണം എന്ന് പറഞ്ഞത്. ദിവസവും നമ്മൾ കുറേ നേരം ഭഗവത് കീർത്തനമൊക്കെ വീട്ടിൽ ചൊല്ലുമ്പോൾ അങ്ങനെ ഒരു വൈബ്രേഷൻ വീട്ടിലുണ്ടാവും. നാമം ഉച്ചത്തിൽ ചൊല്ലണം എന്നൊക്കെ പറയാൻ കാരണം ഇതാണ്. വൈകുന്നേരമൊക്കെ വീടുകളിൽ പണ്ട് സന്ധ്യാനാമം ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം വീടുകളിലൊക്കെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലും. ആര്? TV. അത് മാത്രമേ കേൾക്കുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് കുറച്ചു നേരമൊക്കെ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ വാണേ ഗുണാന് കഥനേ ശ്രവണോ കഥായം ഹസ്തോ ച കർമ്മസു മനസ്തവ പാദയോർമ സ്മൃത്യാം ശിരസ്തവ നിവാസ കൽപ്പനാമി ദൃഷ്ടിം സദാം ദർശനേസ്തു ഭവൽതനൂനാം. രാവിലെ എണീക്കുമ്പം തന്നെ നല്ല ദർശനം കണ്ടുകൊണ്ട് എണീക്കുക. അല്ല സ്വാമി, അപ്പൊ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവർ തിരിഞ്ഞു കിടക്കണമല്ലേ നമ്മൾ രാവിലെ തന്നെ കാണുക? വേണ്ട, നമ്മൾ വീട്ടില് പൂജാമുറിയിലൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന ഉടനെ തന്നെ മനസ്സുകൊണ്ട് നല്ലത് ദർശിക്കാലോ. രാവിലെ തന്നെ മറ്റുള്ളവരുടെ പൃഷ്ഠഭാഗം കണ്ടെണീക്കണ്ടല്ലോ. അവൻ രാവിലെ തന്നെ മനസ്സിൽ അല്പനേരം കണ്ണടച്ചുകൊണ്ട് ഭഗവാന്റെ രൂപമൊക്കെ മനസ്സ് കണ്ടുകൊണ്ട് എന്നിട്ട് രാവിലെ തന്നെ എണീക്കുക. ഈ വിഷുക്കണി കാണാൻ പലരും ഗുരുവായൂരമ്പലത്തിൽ പോകും. അന്ന് മിക്കവാറും വിഷുക്കണി കണ്ടില്ലെങ്കിലും പലരുടെയും പുറകുവശം കാണും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ വേണമെങ്കിലും രാവിലെ എണീക്കുക. അങ്ങനെ നല്ല ചിന്തയോടുകൂടിയിട്ട് രാവിലെ തന്നെ എണീക്കുക. അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നല്ലതേ വരുള്ളൂ. നിങ്ങൾ രാവിലെ തന്നെ വിചാരിക്കുകയാണ്, ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷമായി ആനന്ദമായിട്ടിരിക്കും. എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും ഞാൻ ദുഃഖിക്കില്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്റെ വിഷമം ഞാൻ ആരോടും പറഞ്ഞ് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കി വയ്ക്കില്ല.
എന്നങ്ങോട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ ഗംഭീരമായിരിക്കും. മനസ്സിലായില്ലേ? അതേസമയം നമ്മൾ വിചാരിക്കും കഷ്ടം രാവിലെ തന്നെ എണീക്കേണ്ടി വന്നു, അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ കേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. വിഷമിക്കാൻ വേറെ ഒന്നും വേണ്ട, നമുക്ക് ഓരോരോ വിഷമങ്ങൾ വരും എന്ന് പറയാണ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞവരെ അനുഗ്രഹം തേടിയും ഭഗവാൻ അവരെ അനുഗ്രഹിക്കണു, അങ്ങനെ പോകണം. ഈ കഥയൊക്കെ നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിലുള്ള തത്വങ്ങളിലേക്ക് പോയാൽ ഇന്ന് സപ്താഹം തീരില്ല. അത്രയും ഗംഭീരമാണ് ഓരോ കഥയുടെയും ആഴങ്ങൾ. ഇപ്പൊ ഇവിടെ ഒരു ഭാഗം മാത്രം ഞാൻ സ്പർശിക്കട്ടെ. അമ്മ കണ്ണനെ മടിയിൽ വെച്ച് പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അടുപ്പിലുണ്ടായ പാല് തിളച്ചു പോയപ്പോ അമ്മ എടുക്കാൻ പോയത്. അപ്പോ അതെടുക്കാൻ പോയപ്പോഴാണ് ഭഗവാൻ തൈര് കുടം പൊട്ടിച്ചത്. അതിലൊരു തെറ്റായൊരു ഭാവം നമുക്ക് തോന്നില്ലേ? എന്താണ് തെറ്റായ ഭാഗം? ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പാല് എടുത്തു വെക്കേണ്ടത് അമ്മയുടെ ധർമ്മമല്ലേ? അത് കളയാൻ പാടുമോ? പശുവിന്റെ ഏറ്റവും അമൃതമായിരിക്കുന്ന ഒരു സാധനം തളച്ചു പോകുമ്പോൾ ഉണ്ണിയെ മാറ്റിക്കിടത്തിയത് തെറ്റാണോ? എന്നിട്ടെന്തിന്റെ ഭഗവാൻ അങ്ങനെ ഒരു ശിക്ഷ ഭഗവാൻ അങ്ങനെ നിശ്ചയിച്ചു എന്നൊരു ചോദ്യം ഉണ്ടാവണമല്ലോ മനസ്സിൽ. അപ്പൊ നമ്മൾ അതിനെ ആ കേവലം പാലായിട്ട് കാണരുതെന്ന് പ്രിയാണ്. നമ്മൾ അതിന്റെ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങിപ്പോണം. പാലെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കാണേണ്ടത് സുഖത്തിനുള്ള ഒരു വസ്തു, സന്തോഷം തരുന്നൊരു വസ്തു. അതിലേക്ക് നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെട്ടു. എങ്ങനെയുള്ള നമ്മുടെ മനസ്സ്? ഏതൊരു ഭഗവത് സാന്നിധ്യത്തിലാണോ നമ്മുടെ മനസ്സിരിക്കുന്നത് ആ ഭഗവാനെ മാറ്റിവെച്ച് പുറമേയുള്ള ഒരു സുഖത്തിന്റെ പിന്നാലെ ഞാനും നിങ്ങളും ഓടുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം. കൂടെയുള്ള ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും മറന്നു പോവുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഇയാളുടെ കൂടെ സുഖമുണ്ട്, ഇതിന്റെ കൂടെ സുഖമുണ്ട്, അതിന്റെ കൂടെ സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നത്. പിന്നീട് നമ്മൾ അസുഖങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളാണ് വരുമ്പോഴാണ് അറിയുന്നത് ഇതിലൊന്നും ആയിരുന്നില്ല ഗുരുവായൂരപ്പ സുഖം, അങ്ങേ സ്മരിക്കുമ്പോഴായിരുന്നു. അപ്പോഴേക്കും ഏറെക്കുറെ വണ്ടി പഞ്ചറായിട്ടുണ്ടാവും. കുറെ കാലം എ സിയിൽ കിടന്ന് പിന്നെ അസ്തമ പിടിച്ച് പിന്നെ ശ്വാസമില്ലാതെ ഗുരുവായൂരപ്പ, പിന്നെ അപ്പോഴാണ് ഗുരുവായൂരപ്പനെ വിളിക്കുള്ളൂ. അതുവരെ മനസ്സ് വിചാരിച്ച എ സി കിടന്നാലേ സുഖമുള്ളൂ എന്നാണ്. മനസ്സിലായി? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നിവൃത്തി കെട്ടുകൊണ്ട് ഭക്തിയിലേക്ക് തിരിയുന്ന ആളുകളാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ വലുതായി അവരൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തപ്പോഴാണ് മരുമക്കളുടെ പോര് അമ്മായിയമ്മ തിരിച്ചറിഞ്ഞത്. ഒരു വീട്ടിലും നിൽക്കാൻ വയ്യ. അപ്പോഴാണ് ഗുരുവായൂരപ്പനിലുള്ള ഭക്തി കൂടെ ഉയർന്നു വന്നത്. പിന്നെ ഗുരുവായൂരപ്പ കുട്ടികൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, എന്നെ നോക്കാനുള്ള ബുദ്ധി അവർക്ക് കൊടുക്കണേ. രാവിലെ തന്നെ ആ അമ്മയെ കണ്ടാൽ പറയും, ഓ തള്ള പൊങ്ങി വന്നു എന്ന്. അവർക്ക് അത് കേൾക്കുമ്പോഴേക്കും ആദ്യം വിളിയൊരു ഗുരുവായൂരപ്പ, ഇത് കേൾക്കാനാണോ ഞാൻ ഈ വീട്ടിലിങ്ങനെ നിൽക്കുന്നത്? അങ്ങനെ ആ മക്കളൊക്കെ കൂടി വെറുത്ത്, മരുമക്കളൊക്കെ കൂടി വെറുത്ത് അവസാനം ഗുരുവായൂരിലെത്തി. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഗുരുവായൂരപ്പ ഇനിയിപ്പോ അവിടുന്ന് എള്ളിട്ടൊരു ശരണം എന്ന്. ഇതൊക്കെ ഒന്ന് നേരത്തെ തോന്നായിരുന്നില്ലേ? അന്ന് തോന്നിയില്ലേ ഗുരുവായൂരപ്പ, ഇനിയെങ്കിലും അങ്ങനെ തോന്നട്ടെ എന്ന്. അന്നൊന്നും തോന്നില്ല, പിന്നെ എല്ലാം അപകടത്തിലായ തോന്നും. അങ്ങനെ ഗുരുവായൂരപ്പനോട് അവിടുന്ന് എള്ളിട്ടോ ശരണം, അങ്ങല്ലാതെ ഇനി ആരുമില്ല ഗുരുവായൂരപ്പ എന്നൊക്കെ കണ്ണും മൂക്കൊക്കെ വെള്ളം വന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് മകൻ വന്നിട്ട് വിളിക്കുന്നത്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാലമ്മേ, സിറ്റിയിലല്ലേ ജനിച്ചത്, അവളുടെ സ്വഭാവം അങ്ങനെയാണ്. അമ്മ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട, കേട്ടില്ല എന്ന് അടിച്ചാൽ മതി. ഞാൻ കണ്ടില്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്ന അവളുടെ കൂടെ, പിന്നെ അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ, അതുകൊണ്ട് അമ്മ പോരൂ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അമ്മ പറയാണ് ഗുരുവായൂരപ്പനോട്, ഗുരുവായൂരപ്പ എന്നാ നീ പോയിട്ട് വരട്ടെ, നീ പിന്നെ കാണാന്ന്. ഇതാണ് നമ്മുടെയൊക്കെ ഭക്തി പറയുന്നത്. അപ്പോ നിവൃത്തിയില്ലെങ്കിൽ ഭഗവാനെ വിളിക്കുക, വീണ്ടും കാര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ തിരിച്ചു പോവുക തന്നെ. തല്ലുകൊണ്ടാലേ, അടി കൊണ്ടാലേ ഭഗവാനിലേക്ക് തിരിയുള്ളൂ. അപ്പൊ ഭഗവാൻ കൂടെയുണ്ടായിട്ട് ആ സുഖം അനുഭവിക്കാതെ, ആ പ്രേമത്തിലേക്ക് ഉയരാതെ, ഓരോ വസ്തുക്കളിലും കാമം വെച്ച് ജീവിക്കുന്ന നമ്മളെ ഭഗവാൻ പരീക്ഷിക്കുകയാണ്. അതാണ് തൈരുകലം പൊട്ടിക്കുക പറഞ്ഞാൽ, നമുക്ക് വിശിഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ഭഗവാൻ പൊട്ടിച്ചു നോക്കും. അപ്പോ നമുക്ക് മനസ്സിലാവും ഭഗവാനെ അവിടുന്ന് തന്നെയാണെന്ന്. പാലിന്റെ പിന്നാലെ ഓടിയ അമ്മ തൈരുകലം പൊട്ടിച്ചപ്പോ ആരിലേക്ക് തിരിഞ്ഞു? കൃഷ്ണനിലേക്ക് തിരിഞ്ഞു വന്നു. അപ്പൊ എന്താ അതിലൂടെ മനസ്സിലാക്കേണ്ടത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ വന്നേ പറ്റുള്ളൂ. ഭഗവാനെ മറന്ന് പലതിൻ്റെയും പിന്നാലെ ഓടുന്ന നമുക്ക് എവിടെയെങ്കിലും ചില തട്ടലും മുട്ടലൊക്കെ തരുമ്പോഴേ തിരിച്ചു വീണ്ടും ഭഗവാനിലേക്ക് നമ്മളൊക്കെ ഒന്ന് തിരിയുള്ളൂ പറയാണ്. എന്നിട്ടോ ആ ഭഗവാനെ പിന്നെ കെട്ടിയിടാൻ വേണ്ടി നോക്കുകയാണ്.
നമ്മുടെ ഹൃദയത്തിൽ, ഭഗവാനെ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്കൂ, എൻ്റെ മനസ്സിൽ വസിക്കൂ എന്ന്. ഭഗവാൻ അങ്ങനെയൊക്കെ മനസ്സിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പറയുകയാണ്, 3 കാര്യങ്ങളുണ്ടെങ്കിലേ ഭഗവത് സ്മരണ ദൃഢമായിത്തീരുള്ളൂ. ഇതാണല്ലോ ഭാഗവതത്തിന്റെ സന്ദേശം. ഭക്തിജ്ഞാന വിരാഗാണം സ്ഥാപനായ പ്രകാശിതം. ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. അത് നമുക്ക് സന്ദർഭം വരുമ്പോൾ വിസ്തരിക്കാം. ഏതായാലും ഇവിടെ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കെട്ടിയിടാൻ മനസ്സിൽ എപ്പോഴും സാധിക്കാത്തത്. എപ്പോ ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വരുന്നു, ആ മനസ്സിൽ എപ്പോഴും ഭഗവത് പ്രേമം ദൃഢമായിത്തീരുന്ന. ഇങ്ങനെ കഥ പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിപ്പിക്കണം. പിന്നീട് മരുതവൃക്ഷങ്ങളിൽ നിന്നും 2 ദേവന്മാർക്ക് തുല്യം 2 പേര് പുറത്തു വന്നു എന്ന്. ആരാണ് ഈ മരുതവൃക്ഷങ്ങളായി തീർന്നത്? വൃക്ഷം മരമാണ്. അതിന് മരം എന്നാണല്ലോ സംസ്കൃതത്തിലും വിളിക്കുക. മരം എന്നാൽ മരണമുള്ളത് എന്നർത്ഥം. ആ മരണമുള്ള വൃക്ഷത്തിൽ നിന്നും 2 ദേവന്മാർ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ആ വൃക്ഷങ്ങളുടെ ഉള്ളിൽ 2 ദേവചൈതന്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എപ്പോ ഭഗവത് സ്പർശമുണ്ടായോ ആ ദേവചൈതന്യം, ദേവശക്തികൾ പുറത്തേക്ക് പ്രകടമായി. വൃക്ഷങ്ങൾ വീണുപരിയാണ്. ഇതുപോലെ എപ്പോ നമ്മുടെ മനസ്സിൽ ഭഗവത് സ്പർശമുണ്ടാകുമോ അപ്പോ മരണമുള്ള മരമായിരിക്കുന്ന ജഡമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും ഈശ്വരപ്രേമമാകുന്ന ചൈതന്യം പുറത്തോട്ട് പ്രകടമാവാൻ തുടങ്ങും. ഞാനും നിങ്ങളും ഒരേ സമയം സ്ഥൂലമായി മരണത്തിന് അടിമപ്പെട്ടവരാണ്, അതേസമയം സൂക്ഷ്മമായി മരണത്തിന് അതീതരാണ്. മരണമില്ലാത്ത മരണമുള്ള ശക്തികൾ കൂട്ടിച്ചേർത്ത് കുഴച്ചു വെച്ചിട്ടാണ് ഈ ശരീരത്തെ പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത്. ആന്തരികമായി മരണമില്ലാത്തവരും സ്ഥൂലമായി ബാഹ്യമായി മരണമുള്ളവരും. എപ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് ഉയരാൻ സാധിക്കുക? എപ്പോ നമ്മുടെ മനസ്സ് ഭഗവത് ചൈതന്യവുമായി സ്പർശിക്കുന്നുവോ അപ്പോ നമ്മൾ ഓരോരുത്തരും അമരത്വത്തെ പ്രാപിച്ചു. എവിടെ നിന്നും? മരത്വത്തിൽ നിന്നും അമരത്വത്തിലേക്ക് ഉയരുന്നു പറയാം. മരമെന്ന് പറഞ്ഞാൽ മരണമുള്ളത്, അമരമെന്ന് പറഞ്ഞാൽ മരണത്തിന് അതീതമായ അവസ്ഥ. ഇതൊക്കെ നാം സൂക്ഷ്മമായി ഇതിൽ നിന്നും കഥകളിൽ നിന്നും മനസ്സിലാക്കണം. അപ്പോൾ ഇതൊന്നും ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കഥ മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടുന്ന കഥയാണ്. ഇത് നമ്മുടെ തന്നെ കഥയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഭാഗവതം എന്ന് പറയുന്നത് എന്നോ അവതരിച്ചു പോയ ഒരു ഭഗവാന്റെ, കൃഷ്ണന്റെ കഥയല്ലത്. അത് ഓരോ നിമിഷവും നമ്മളെ നമ്മളാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മളിലിരിക്കുന്ന ഭഗവാന്റെയും പിന്നെ ആ ഭഗവാനെ മറന്ന് ജീവിച്ച് വീണ്ടും ഭഗവാനിലേക്ക് നമ്മളെ ഉയർത്തേണ്ടുന്ന നമ്മുടെയും കഥയാണ്. അങ്ങനെയാണ് ഭാഗവതം നമ്മെ ഉയർത്തുന്നത്. ഏതായാലും ഈ ഉപാഖ്യാനത്തിന് ശേഷം പിന്നീട് നമ്മളെ കൊണ്ടുപോകുന്ന വൃന്ദാവനത്തിലേക്കാണ്. എന്നും എന്നും അപകടങ്ങളും ഓരോ അസുരന്മാരുടെയും ആക്രമണവും കാരണം നന്ദഗോപര്, ഉപനന്ദനൻ തുടങ്ങിയ ഗോപന്മാരോട് നിശ്ചയിച്ചു നമുക്ക് സ്ഥലതാമസം മാറ്റണം. അങ്ങനെ അവർ കണ്ടെത്തിയ സ്ഥലമാണ് പ്രകൃതി മനോഹരമായ ഗോകുലത്തിനടുത്ത് തന്നെയുള്ള യമുനാ നദി തീരത്തിനടുത്തുള്ള ഗോവർദ്ധനം, വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലം. ഒരു വശത്ത് യമുനാ നദി കാളിന്തി നദി എന്ന പേരിൽ ഒഴുകുന്നു, മറുവശത്ത് ഗോവർദ്ധന പർവ്വതം ശിരസ്സുയർത്തി നിൽക്കുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ പ്രകൃതിരമണീയമായ സ്ഥലത്ത് അവര് താമസം തുടരുകയാണ്. അങ്ങനെ പശുക്കൾക്ക് താമസിക്കാനുള്ള ആലകൾ, മനുഷ്യർക്ക് താമസിക്കാനുള്ള വീടുകൾ ഇതൊക്കെ കെട്ടി തയ്യാറാക്കി. അങ്ങനെ അവിടുത്തെ ജീവിതമാണ് ഇനി വർണ്ണിക്കുന്നത്. ദിവസവും രാവിലെ ഭഗവാൻ എണീറ്റ് കഴിഞ്ഞാൽ ആ അമ്മ യശോദാദേവി കണ്ണനെ കുളിപ്പിക്കും. ഭഗവാനാണെങ്കിൽ നിറയെ ചുരുണ്ട മുടിയുണ്ട്. നല്ലവണ്ണം എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം നല്ലവണ്ണം കൺമഷി കൊണ്ട് കണ്ണൊക്കെ എഴുതി ഒരു ഗോപീചന്ദ്രനൊക്കെ തൊട്ടുകൊടുത്ത് ഈ കൊടിയൊക്കെ മുകളിലേക്ക് കെട്ടിക്കൊണ്ട് മഞ്ചാടിക്കുരു കൊണ്ട് കോർത്തിരിക്കുന്ന മാലകളൊക്കെ ഭഗവാന്റെ കഴുത്തിലൊക്കെ ഇട്ടുകൊടുക്കും. അത് കഴിഞ്ഞാൽ നല്ല മഞ്ഞപ്പട്ട് ധരിപ്പിച്ച് ഭഗവാന് സുന്ദരക്കുട്ടനാക്കിയിട്ട് ഒരു ഓടക്കുഴലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാന് വളരെ സന്തോഷമായി. ആ മുടിയിലാണെങ്കിലോ മനോഹരമായൊരു പീലിയും കൂടി കുത്തിവെക്കണം. ഇതൊക്കെ ഭഗവാന് നിർബന്ധമാണ്. അപ്പോഴേക്കും ജ്യേഷ്ഠൻ തയ്യാറായിട്ടുണ്ടാവും. നീലപ്പട്ടൊക്കെ ധരിച്ച് ഒരു അംഗവസ്ത്രമൊക്കെ കെട്ടിക്കൊണ്ട് ജ്യേഷ്ഠനും. അങ്ങനെ 2 പേരും അവിടെ നിന്ന് പശുക്കളെ മേയ്ക്കാൻ വേണ്ടി ഗോപന്മാരുടെ കൂടെ പോവാൻ തുടങ്ങുകയാണ്. ഇനി ഭഗവാൻ കാട്ടിൽ നടത്തുന്ന ലീലകളൊക്കെയാണ് ഇനി അങ്ങോട്ട് വർണ്ണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ധേനുകൻ എന്ന് പറയുന്ന ഒരു അസുരനെ വധിക്കും, പിന്നെ പ്രലംബൻ എന്ന് പറയുന്ന അസുരനെ വധിക്കും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കാട്ടിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഒരു വലിയ ഗുഹ കാണുന്നു. ആ ഗുഹയിലേക്ക് ഗോപന്മാരൊക്കെ കയറി ചെല്ലുന്നു. ഭഗവാന് മനസ്സിലായി ഇത് ഗുഹയല്ല, ഒരു വലിയ സർപ്പമാണ്, അഘം എന്ന പേരിൽ അറിയുന്ന അഘാസുരനാണ്.
അങ്ങനെ ഭഗവാനും അവസാനം അങ്ങോട്ട് കയറിയപ്പോൾ അവൻ വായ അടയ്ക്കുന്നതിന് മുമ്പ് ഭഗവാൻ അവന്റെ വായ അടപ്പിച്ചു. എന്ന് വെച്ചാൽ അവന്റെ ജീവൻ അടപ്പിച്ചു പറയാണ്. തന്റെ ശരീരം വലുതാക്കിക്കൊണ്ട് കഴുത്തിനങ്ങോട്ട് നിന്നപ്പോ ശ്വാസം മുട്ടിക്കൊണ്ട് അവൻ അങ്ങേയറ്റം പ്രാണരോധനം ഏർപ്പെട്ട് അവൻ ഉച്ചത്തിൽ ശ്വാസത്തെ നിശ്വസിച്ചതും ഗോപന്മാരൊക്കെ പുറത്തു വരാൻ തുടങ്ങി. പുറത്തു വന്നപ്പോഴവർക്ക് മനസ്സിലായത് ഇത് വലിയൊരു സർപ്പമായിരുന്നു എന്ന്. ഏതായാലും ഭഗവാൻ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തില്ല. വേഗം പശുക്കളെയൊക്കെ കഴിച്ചു വിട്ട് അപ്പോഴേക്കും സമയം കുറേയിട്ടുണ്ട്. അവർ ഭക്ഷണമൊക്കെ കഴിക്കാൻ തയ്യാറായി. അങ്ങനെ താമര ഇലയിൽ പൊതിഞ്ഞ അവരുടെ ഭക്ഷണമൊക്കെ എടുത്ത് ഓരോരുത്തരും തുറന്നപ്പോൾ പാലുകൊണ്ടും തൈര് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഭഗവാൻ ഇരുന്നു. ഭഗവാൻ എല്ലാ ഗോപന്മാരെയും ഒരു അർദ്ധചന്ദ്രാകൃതിയിൽ തന്റെ ചുറ്റും ഇരുത്തിക്കൊണ്ട് അങ്ങനെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചോറുള്ള കരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ വ്യാസമഹർഷി പറയുകയാണ്, യാഗങ്ങൾ ചെയ്യുമ്പോൾ ഋത്വിക്കുകളൊക്കെ ഏതൊരു പ്രേമ ആദരവോടുകൂടിയിട്ട് ഭഗവാനിലേക്കാണോ ഈ നെയ്യൊക്കെ സമർപ്പിക്കുന്നത്, ആ ഭഗവാൻ തന്റെ കയ്യിലിരുന്ന ചോറുലകളൊക്കെ എടുത്ത് ഗോപന്മാർക്ക് കൊടുക്കുമ്പോൾ അവരുടെ പരമഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ എത്ര സുന്ദരമായൊരു ചിത്രം അവിടെ എഴുതി വയ്ക്കുന്നു വ്യാസമഹർഷി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ മനോഹരമായൊരു അനുഭൂതി അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഗോപന്മാർ പറഞ്ഞു, അല്ല കണ്ണ, പശുക്കുട്ടികളുടെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ എന്ന്. ഭഗവാൻ പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കും, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന്. കാട്ടിലേക്ക് കടന്നപ്പോൾ ഒരു പശുക്കുട്ടിയും കാണുന്നില്ല. ഓരോ പശുക്കുട്ടിയുടെയും പേര് വിളിച്ച് ഭഗവാൻ ആ പശുക്കുട്ടിയുടെ ഈ നോക്കി, ഒരു പശുക്കുട്ടിയുടെയും ശബ്ദമില്ല. അല്പനേരം ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തു പറ്റി പശുക്കുട്ടികൾക്ക് എന്ന്. കണ്ണടച്ച് ധ്യാനനിരതനായി ഭഗവാൻ ആ സമയത്ത് മനസ്സിലായി, ഇന്ന് ബ്രഹ്മാവ് ഉണർന്ന ദിവസാ, അയാൾക്കൊരു കുഴപ്പമുണ്ട്. അയാൾക്കൊരു കുഴപ്പം പറ്റിയതാണ് ഈ കാര്യം എന്ന്. എന്താ ബ്രഹ്മാവിന് പറ്റിയ കുഴപ്പം? രാവിലെ തന്നെ ബ്രഹ്മാവ് ഉണർന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചോദ്യം വന്നു അത്രേ. ബ്രഹ്മാവ് ഒരു നേരം ഉറങ്ങിയാൽ നമ്മുടെ ഒരു കൊല്ലം പോയി എന്നാണ്. അദ്ദേഹത്തിന്റെ ആയുസ്സും നമ്മുടെ ആയുസ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബ്രഹ്മലോകത്തിലുള്ള ജീവിതവും നമ്മുടെ ഇവിടുത്തെ ജീവിതവും തമ്മിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാലത്തിന്റെ ഗണന ഉണ്ടല്ലോ, നമ്മൾ പറയുന്നത് നമ്മുടെ വാച്ചിലിരിക്കുന്ന സമയമാണ്. അതും സ്വപ്നലോകത്തിലെ അനുഭവം കൂടി നിങ്ങൾ നോക്കൂ, എത്രയോ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു രാവിലെ ഒരു കല്യാണത്തിന് പോയി വൈകുന്നേരം വരെ കല്യാണ പാർട്ടിയുടെ കൂടെ ഇരുന്ന കാര്യങ്ങളൊക്കെ 2 സെക്കൻഡ് കൊണ്ട് നമ്മുടെ മനസ്സിന് സ്വപ്നം കാണാൻ പറ്റും. അപ്പൊ ആ സമയം എങ്ങനെ ശരിയാവുക? ഒരിക്കലും ശരിയാവില്ല പ്രിയൻ. അതുപോലെയാണ് ബ്രഹ്മലോകത്തിലെ സമയം. ഏതായാലും ബ്രഹ്മാവ് ഉണർന്നപ്പോൾ നോക്കിയപ്പോ ഈ കൃഷ്ണൻ, ജഗദീശ്വരനായിരിക്കുന്ന കൃഷ്ണൻ സാധാരണ മനുഷ്യക്കുട്ടികളെപ്പോലെ പെരുമാറുണ്ടോ, അല്ലെ ഈശ്വരഭാവമൊക്കെ മറന്നുപോയിട്ടുണ്ടാവോ എന്നൊരു സംശയം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഈ പശുക്കുട്ടികളെയൊക്കെ മറച്ചു പറയാണ്. ഒരു ഗുഹയിലേക്ക് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. ഇത് ഭഗവാന് മനസ്സിലായി. ഭഗവാൻ ഓടി വന്ന് ഗോപന്മാരോട് പറയാൻ നിൽക്കുമ്പോൾ ഇവിടെ വന്നു നോക്കുമ്പോൾ ഗോപന്മാരെയും കാണുന്നില്ല. അപ്പൊ ഇവരെയും ഭഗവാൻ നോക്കി എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, സെയിം ഗുഹയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ബ്രഹ്മാവ്. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് പോയി. ഭഗവാനാകെ ഒരു വിഷമായി, ഈ കുട്ടികളെയും കൊണ്ട് ഇനി തിരിച്ചു തന്നില്ലേ, മോശമല്ലേ, വിഷമമുണ്ടാവില്ലേ അവർക്കൊക്കെ. ഏതായാലും തന്റെ മനസ്സുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഓർത്തു, ഏതൊക്കെ കുട്ടികളാ തന്റെ കൂടെ വന്നത്, ഏതൊക്കെ പശുക്കളാ തന്റെ കൂടെ വന്നത് എന്ന്. എന്നിട്ട് കണ്ണു തുറന്നു നോക്കിയതും ആ കുട്ടികളും പശുക്കളൊക്കെ തന്റെ മുന്നിൽ അങ്ങനെ നിരന്ന് നിൽക്കുന്നു. ഭഗവാൻ അവരുമായിട്ട് പാടി ആടി നൃത്തമാടി താൻ തന്നെ പശുക്കുട്ടിയായി, താൻ തന്നെ ഗോപനായി, അവരുടെ കൂടെ താനല്ലാത്ത വിധത്തിൽ വേറെയാണെന്ന ഭാവത്തിൽ ആട്ടവും പാട്ടും നൃത്തവും ആടിക്കൊണ്ട് തിരിച്ചുപോയി. ഒരു ഗോകുലത്തിൽ വൃന്ദാവനത്തിൽ ആർക്കും തിരിച്ചറിഞ്ഞില്ല ഇത് തങ്ങളുടെ കുട്ടികളല്ല, ഈ പശുക്കുട്ടികൾ അല്ല എന്നുള്ളതൊന്നും പശുക്കൾക്കും തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഒരു വർഷം ആ ലീല നീണ്ടുപോയി എന്നാണ്. ദിവസവും രാവിലെ ഭഗവാൻ പുല്ലാങ്കുഴലെടുക്കും, വിളിക്കും, എല്ലാവരും ഇറങ്ങി വരും. ഇറങ്ങി വരുന്നതും കൃഷ്ണനാണ്, ഇറങ്ങി വരുന്ന പശുക്കുട്ടികളും കൃഷ്ണനാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷെ അറിഞ്ഞില്ല ആരെന്ന് പറയാൻ. ഒരു കൊല്ലം കഴിഞ്ഞ് ബ്രഹ്മാവ് വീണ്ടും ഉറക്കത്തിന്, ഇവിടെ ഒരു കൊല്ലം കഴിഞ്ഞ് ബ്രഹ്മാവിന്റെ പിറ്റേ ദിവസം തന്നെ നോക്കി എന്താ അവിടെ സംഭവിച്ചത്. നോക്കുമ്പോഴെന്താണ്, കൃഷ്ണൻ പശുക്കുട്ടികളുടെ കൂടെ പഴയതുപോലെ കളിക്കുന്നു, കുട്ടികളുമുണ്ട്. ബ്രഹ്മാവ് വേഗം തന്റെ ഗുഹയിൽ പോയി നോക്കി, അവിടെ ഒളിപ്പിച്ചു വെച്ച കുട്ടികളും പശുക്കളൊക്കെ ഉണ്ടോ. നോക്കുമ്പോൾ അത് അവിടെയും കിടക്കണു. ബ്രഹ്മാവ് കണ്ണു തിരുമ്പി നോക്കി, ഇതിലിപ്പോ ഏതാ ശരി എന്നുള്ളത്, അതാണോ ഇതാണോ എന്നുള്ളത്. അങ്ങനെ ബ്രഹ്മാവ് ആകെ ഒരു കൺഫ്യൂഷനിലായി. ഒന്ന് ശ്രദ്ധിച്ച് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ഓരോ പശുക്കുട്ടിയിലും ശംഖചക്ര കഥാധാരിയായിട്ടിരിക്കണോ ഭഗവാൻ, ഓരോ ഗോപനിലും ഇരിക്കുന്നു ശംഖചക്ര കഥാധാരിയായിട്ട് ഭഗവാൻ. പിന്നെ കാത്തുനിന്നില്ല, വേഗം ഭൂമിയിൽ വന്ന്
ആ കൃഷ്ണന്റെ മുന്നിൽ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാണ്. അങ്ങനെ ബ്രഹ്മാവിന് സകലതും ഭഗവാനാണെന്ന അനുഭൂതി ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടെ വെച്ച് ബ്രഹ്മാവ് ഹൃദയത്തിൽ നിന്നും പ്രേമത്തോടുകൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ദശമസ്കന്ധത്തിലെ ഏറ്റവും മനോഹരമായ ബ്രഹ്മസ്തുതി എന്ന് പറയുന്ന 14-ാമത്തെ ഭാഗം. ആ ബ്രഹ്മാവ് പറയുന്നു, ഭഗവാനെ നൗമീഡിതേ പ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവദം സപരിപിഞ്ചലസന്മുഖായ വന്യസ്സജേ കപളവേത്രവിഷാണവേനു ലക്ഷ്മശ്രീയേ മൃദുപദേ പശുമംഗജായ. ഭഗവാനെ അവിടുത്തെ ആ മനോഹരമായ രൂപം, കാർമേകവർണം, ആ പീതാംബരം, ഭഗവാന്റെ ആ മുടിക്കെട്ട്, അതിലുള്ള മയിൽപ്പീലി, അതുപോലെ മഞ്ചാടിക്കുറി കൊണ്ട് കോർത്തിരിക്കുന്ന ഭഗവാന്റെ ഓരോ മാലകളും, ഭഗവാനെ പീതാംബരം എത്ര മനോഹരം, എത്ര സുന്ദരം. ഞാൻ അങ്ങനെയുള്ള ആ ഭഗവാനെ നൗമീറ്റ ആദ്യ ഞാൻ നമസ്കരിക്കുന്നു. അവിടുത്തെ മഹത്വം ഭഗവാനെ ആർക്കും മനസ്സിലാവില്ല. എല്ലാവരും കണ്ണുകൊണ്ട് കാണുമ്പോഴും അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്തിടത്തോളം കാലം അങ്ങയുടെ മഹിമയെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാനെ തദാ വിഭൂമൻ മഹിമാ ഗുണസ്യതേ വിഭൂതുമർഹസ്യ മനാന്തരാത്മവി അവിക്രിയാൽ സാനുഭവാനുരൂപതോ ഹ്യനന്യഭൂത്യാത്മതയാന്ന ചാന്യഥ. ഭഗവാനെ അവിടുത്തെ ആ മഹിമയെ മനസ്സിലാക്കണമെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് സാധ്യമല്ല, വിഭൂതം അവർക്ക് സാധ്യമല്ല. എന്നാൽ ആരാണോ അനന്യബോധ്യം, അനന്യം എന്നുള്ള വാക്കിനർത്ഥം പ്രേമെന്നാണ്, പ്രേമത്തോടുകൂടിയിട്ട് അങ്ങയെ സ്മരിക്കുന്നത് അവർക്ക് വിബോധം, അവർക്കറിയാൻ സാധിക്കും. എന്നാൽ മനസ്സിൽ മാലിന്യമുള്ളവർക്കൊരിക്കലും വിബോധം അറിയാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ ഓരോരുത്തരും പ്രേമത്തോടുകൂടിയിട്ട് എപ്പോ ഭഗവാനെ വിളിക്കുന്നുവോ സ്മരിക്കുന്നുവോ ഭഗവാന്റെ മഹത്വം ഭഗവാൻ നമുക്ക് കാണിച്ചു തരും, പ്രത്യക്ഷമായിട്ട് ബോധ്യപ്പെടുത്തി തരും. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യം വരും. ശരിയാണ്, ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കുന്നുണ്ട്, ഭഗവാൻ നമ്മളെ വിട്ടിട്ടില്ല, ഭഗവാൻ പരീക്ഷണങ്ങളാണ് തരുന്നത്. ഇതിലൊന്നും ഞാൻ തളരരുത്, പരാതി പറയരുത്, ദുഃഖിക്കരുത്, ഇതൊക്കെ ഭഗവാന്റെ അനന്തമായ ലീലകളാണ് എന്നൊക്കെ ബോധ്യം നമുക്ക് വരും. അതിനെന്ത് വേണം? അനന്യബോധ്യാത്മതയാന്ന ചാന്യത. പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കണം എന്ന് പറയണം. ഗീതയിൽ ഭഗവാൻ ആവർത്തിച്ച് പറയും, എപ്പോൾ എന്നെ നിങ്ങൾ സ്മരിക്കുന്നു പ്രേമത്തോടുകൂടി സ്മരിക്കുമെന്ന്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യമായ ചിന്തയോടുകൂടി എന്നെ സ്മരിക്കൂ. അനന്യം എന്നുള്ള പദത്തിനർത്ഥം പ്രേമമെന്നാണ്. ഇനി അനന്യം എന്നുള്ളതിന് മറ്റൊരർത്ഥമുണ്ട്, ഇന്ന് അന്യത്വം എന്നാണ്. ഭഗവാൻ എനിക്ക് അന്യനല്ല എന്ന ബോധമുണ്ടാവണം. അന്യൻ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നും വേറെയല്ല, എന്നിൽ നിന്നും അകലെയല്ല എന്ന ബോധം കൂടി ഉണ്ടാവണം. ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടെന്ന ബോധത്തോടുകൂടി പ്രേമത്തോടുകൂടി സ്മരിക്കാൻ സാധിച്ചാൽ ഭഗവാൻ നമുക്ക് ശക്തി തരും, കരുത്ത് തരും, ഉത്സാഹം തരും, ഉണർവ് തരും, ആനന്ദം തരും. തന്നേ പറ്റുള്ളൂ. അങ്ങനെ സ്മരിക്കണം, വിളിക്കണം എന്ന് പറയാൻ ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു, അതിന് ഭഗവാനെ എന്ത് വേണം? തത്തേന കമ്പാം സുമീക്ഷമാണോ ഭുഞ്ചാണേവാത്മകൃതം വിഭാഗം ഹൃദ്വാവബുദ്ധി വിദദൻ നമസ്തേ ജീവേദയോ മുക്തിപതേ സദായവാ. ഭഗവാനെ അവിടുന്ന് എപ്പോഴും കൂടെയുണ്ടെന്ന ബോധവും പ്രേമവും ഉണ്ടാവണമെങ്കിലൊക്കെ അനുകമ്പ, അവിടുത്തെ കാരുണ്യം ഞങ്ങളിൽ വർഷിക്കണം. ആ കാരുണ്യം ഉണ്ടാവണമെങ്കിലോ ഞങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം ഭഗവാനെ. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ മനസ്സുകൊണ്ടും അതുപോലെ വാക്കുകളെ കൊണ്ടും ബുദ്ധി കൊണ്ടൊക്കെ അങ്ങയെ സ്മരിക്കണം. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞ ശ്രവണം, നമ്മൾ മെനക്കെടണം, പ്രയത്നിക്കണം, ശ്രവണം ചെയ്യണം. അല്ലാതെ ഭഗവാൻ നമ്മളെടുത്ത് വരുന്നില്ല പറയാൻ. കീർത്തനം, കീർത്തിക്കണം, പിന്നീട് സ്മരണം, ഇതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്ന ബോധ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. ഭാഗവതം കേട്ടുപോയതുകൊണ്ട് മാത്രം നമ്മളിലൊരു ഈശ്വര അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഇതാണ് പലരും തെറ്റിദ്ധരിക്കുക. നമ്മളൊരു ഷീട്ടാക്കി വഴിപാട് ഇവിടെ കൊടുത്ത് ഒരാൾ മന്ത്രം ചൊല്ലി നമ്മുടെ പേരിൽ 2 പൂക്കളിട്ടാൽ നമ്മൾ അനുഗ്രഹീതരാവും എന്ന് കരുതുന്നത് അത് വിഡ്ഢിത്തമാണത്. അതൊക്കെ ഒരു സ്ഥൂല ഭക്തിയിലേ തുടങ്ങാവൂ പറയാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ഒരാൾ മന്ത്രം ചൊല്ലിയതുകൊണ്ടോ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വഴിപാടുകൾ കഴിച്ചതുകൊണ്ടോ
അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ധൈര്യവും ശക്തിയും ഉത്സാഹവും കണ്ടെത്താൻ സാധ്യമല്ല. ഭാഗവതത്തിൽ തുടക്കത്തിൽ തന്നെ ദുന്ദുകാരിയുടെ കഥ പറയുമ്പോൾ പ്രേതഭാവത്തിലേക്കും അധപ്പതിച്ചു പോയ ദുന്ദുകാരി ഉയർത്താൻ സഹോദരനായ ഗോകർണൻ ഭാഗവത സപ്താഹം നടത്തും. കുറേ ആളുകൾ സപ്താഹം കേൾക്കും. പക്ഷേ സപ്താഹം കേട്ടത് ദുന്ദുകാരി ഒരു മുളയുടെ ഉള്ളിൽ വെച്ചിട്ടാണത്രേ. ഓരോ ദിവസത്തെയും വായന കഴിയുമ്പോൾ മുളയുടെ കമ്പ് പൊട്ടും. നിങ്ങൾക്കറിയാം കഥ. 7ാമത്തെ ദിവസം ആ മുളയുടെ ഉള്ളിൽ നിന്നും ദിവ്യരൂപം വന്ന് ഭാഗവതത്തെയും ഗോകർണനെയും നമസ്കരിക്കുമ്പോൾ ഗോകർണൻ ചോദിക്കും, അവിടുന്ന് ആരാണ്? പറയും, ഞാൻ വിഷ്ണു രൂപമൊന്നുമല്ല, അവിടുത്തെ സഹോദരനായ ദുന്ദുകാരിയാണ്. ഈ ഭാഗവതത്തിലൂടെ എനിക്ക് മാറ്റം വന്നിരിക്കുന്നു. എന്റെ എല്ലാ പ്രേതാവസ്ഥയും ഞാൻ വിട്ടിട്ട് മുക്തനായി തീർന്നിരിക്കുന്നു. ഞാൻ ഭഗവത് ചൈതന്യത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അപ്പോഴേക്കും അവിടേക്കൊരു വിമാനം വരും. വിഷ്ണു പാർഷദന്മാരെ ഈ ദുന്ദുകാരിയായിരിക്കുന്ന ഇപ്പോഴിതാ ചൈതന്യത്തിലേക്ക് ഉയർന്ന ആളെ വിമാനത്തിലേക്ക് കയറ്റുമ്പോൾ ഗോകർണൻ അവരെ പിടിച്ചു നിർത്തിയിട്ടൊരു ചോദ്യം ചോദിക്കും. അല്ല, എന്താ ഇവരൊക്കെ ഭാഗവത സപ്താഹം കേട്ടു, ഞാൻ ഭാഗവതം പറഞ്ഞു, ഇയാളെ മാത്രം നിങ്ങൾ വിമാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അപ്പൊ അവിടെ വെച്ചിട്ട് ആ വിഷ്ണു പാർഷദന്മാര് പറയും, എല്ലാവരും കേട്ടു എന്നുള്ളത് സത്യം, പക്ഷേ ഒരാൾ മാത്രം ചിന്തിച്ചു. എല്ലാവരും ശ്രവണം കൃതം ന മനനം കൃതം എന്നാണ്. എന്നാൽ ദുന്ദുകാരി കേൾക്ക മാത്രമല്ല ചെയ്തത്, കേട്ടതിനെ മനനം ചെയ്തു, സ്മരണം ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ കേട്ടുപോയത് കൊണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ ഭാഗവതം നമ്മളെ അനുഗ്രഹിക്കുന്നു വിചാരിക്കരുത്. അതൊരു പടിയിൽ നമുക്ക് വേണ്ടതാണ്. എന്നാൽ സ്മരണം അതിലേക്ക് ഉയരണം. അതുകൊണ്ട് ഭഗവാനെ അതിനെന്ത് വേണം? ആ സ്മരണത്തിലേക്ക് ഉയരാൻ ജഗൽത്രയാന്തോധതി സംപ്ലവോദേ നാരായണസ്യോദരനാഭിനാളാൽ വിനർഗതോജസ്ഥിതി വാങ്നവൈമൃഷാ കിം തീശ്വരത്വന്ന വിനർഗതോസ്മി നാരായണസ്ത്വം നഹി സർവദേഹിനാം ആത്മാസ്യദീശാഖിലലോകസാക്ഷി നാരായണോംഗം ജലായൻ തച്ചാഭി സത്യം ന തവൈവമായ. ഭഗവാനെ, ഈ ജഗത്തിന്റെ മുഴുവൻ സ്ഥാനം നിൽക്കുന്നത്, ജഗത്ത് മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കുന്നത് അവിടുത്തെ സാന്നിധ്യത്തിലാണെന്ന് വിവേകം കൊണ്ട് മനസ്സിലാക്കണം. കാര്യകാരണ സംബന്ധമാണ് ലോകം. ഏതിനും ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തെങ്കിലും ഒരു വിഷമം ഒരാൾക്കുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താ അപ്പോൾ ഇയാൾക്ക് ദുഃഖിക്കാനൊരു കാരണം? തലവേദന ഉണ്ടോ, മുട്ടുവേദന ഉണ്ടോ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? നമ്മളിങ്ങനെ ചിന്തിക്കും. ആരെങ്കിലും ഇത്തിരി ഭക്തിയിലേക്ക് ഉയർന്ന നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താ അപ്പോൾ അയാൾക്ക് ഇത്ര ഭക്തി കൂടാൻ കാരണം? എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവാണ്ടിരിക്കില്ല. അത് നമ്മൾ കാരണം ചിന്തിക്കാതെ നമുക്കൊരു സമാധാനമില്ല. മനസ്സിന്റെ സ്വഭാവമാണ് കാരണം ചിന്തിക്കാൻ, ഇല്ലേ? നമ്മുടെ മനസ്സ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ മനസ്സ് ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ചിന്തിക്കും. അപ്പോ കാരണത്തിലാണ്, കാര്യകാരണങ്ങളാണ് മനസ്സിന്റെ സ്വഭാവമെങ്കിൽ സ്വയം ഒരു കാരണം ചോദിക്കണം. കാര്യകാരണം. ഞാൻ രാവിലെ ഉണരണു, ഞാൻ പ്രവർത്തിക്കണു, ഞാൻ വർത്തമാനം പറയണു, കൈകൊണ്ട് പ്രവർത്തിക്കണു, കാലുകളെ കൊണ്ട് പ്രവർത്തിക്കണു, ഇതൊക്കെ എനിക്ക് എങ്ങനെയാ സാധിക്കുന്നത്? അപ്പം നമ്മൾ പറയും, ഞാനൊരു പെണ്ണാണ്, ആണാണ്, ഇതുകൊണ്ടൊക്കെയാ പറ്റുന്നത്. വീണ്ടും സൂക്ഷ്മമായിട്ട് നമ്മൾ ചോദിക്കണം, ഇതൊക്കെ എൻ്റെ ശരീരം കൊണ്ടാണോ ചെയ്യുന്നത് എന്ന്? മനസ്സല്ലേ അതിൻ്റെയൊക്കെ പിന്നിലെന്ന്? അപ്പൊ നമുക്ക് മനസ്സിനെ കാണാം. അല്ല, ഒരു ഈശ്വര ചൈതന്യം ഇല്ലേ അതിൽ? അപ്പൊ ഈശ്വര ചൈതന്യത്തെ കാണാം. ഇങ്ങനെ നമ്മൾ സ്വയം ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. അപ്പോ എന്ത് മനസ്സിലാവും? നാരായണോംഗം. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത്, പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നത് നാരായണ സാന്നിധ്യമാണ്. അദ്ദേഹമാണെങ്കിലോ അഖില സുലോക സാക്ഷി, എല്ലാം കണ്ടുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് ഭഗവാൻ. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായൊരു പദമാണ് സാക്ഷി എന്നുള്ളത്. ആ വെളിച്ചത്തിലെല്ലാം നടക്കുന്നു, പക്ഷെ ഭഗവാൻ ഒന്നിനോടും യാതൊരു പങ്കുമില്ലാത്തവൻ. ഏതുപോലെ സൂര്യനെപ്പോലെ എന്ന് പറയാണ്. സൂര്യൻ എല്ലാവരെയും ഉണർത്തുന്നു, എല്ലാവരെയും ഉയർത്തുന്നു, പക്ഷെ സൂര്യൻ ആരോടും യാതൊരു ബന്ധമില്ല, കടന്നുപോകുന്നു. ഇതുപോലെ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ പ്രവർത്തിക്കുമ്പോഴും ഭഗവാൻ ഈ ശരീരവുമായി ഒരു ബന്ധനവുമില്ല പറയാൻ എന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നു. അതുകൊണ്ട് തസ്മാദിദം ജഗദശേഷമസസ്വരൂപം സ്വപ്നാവമസ്തദിശണം പുരുദുഃഖദുഃഖം ത്വയേവ നിത്യസുഖബോധനാവനന്ദേ മായാദൗദ്യതേൽ സതിവാവപാതി തസ്മാത് ഇദം ജഗത് അശേഷം അസസ്വരൂപം.
നമ്മുടെ പൂർവികന്മാരുടെ പരിജ്ഞാനത്തിന്റെ മുന്നിൽ പലപ്പോഴും നമ്മൾ ശിരസ് കുനിക്കണം. പാശ്ചാത്യരും നമ്മുടെ പൂർവികരും തമ്മിലുള്ള ഒരു വ്യത്യാസം, പാശ്ചാത്യർ എന്ത് ശബ്ദം ഉപയോഗിക്കുമോ അതുകൊണ്ട് ആർക്കും വാസ്തവത്തിലൊന്നും മനസ്സിലാവില്ല. എന്നാൽ നമ്മുടെ പൂർവികന്മാരെന്ത് ശബ്ദം ഉപയോഗിക്കുമോ അതിലൂടെ എല്ലാ അറിവുകളും നമുക്ക് കിട്ടുന്നു പറയാണ്. സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള അറിവ് കിട്ടുന്നു. ഒരു ഉദാഹരണത്തിന് വേൾഡ് എന്ന ശബ്ദം പാശ്ചാത്യർ പറയുമ്പോൾ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതുകൊണ്ട് ഒരു അർത്ഥവും പെട്ടെന്ന് നമുക്ക് പിടികിട്ടില്ല. സ്ഥൂലാർത്ഥം പിടികിട്ടും. വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച വ്യവസ്ഥ. എന്നാൽ നമ്മുടെ പൂർവികന്മാര് ഈ പ്രപഞ്ചത്തെ ജഗത്തെന്ന് വിളിക്കുകയാണ്. ജഗത്തെന്ന് പറഞ്ഞാൽ ഇതേ പ്രപഞ്ചം. പക്ഷെ ജഗത്തെന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥൂലാർത്ഥം മാത്രമല്ല, സൂക്ഷ്മാർത്ഥം കൂടി നമുക്ക് പിടികിട്ടും. ആ പദങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് നോക്കൂ. ജ ഗ ത 3 അക്ഷരങ്ങളെ ചേർത്തിട്ടാണ് ഈ പ്രപഞ്ച വ്യവസ്ഥയെ ജഗത്തെന്ന് അവർ വിളിച്ചിരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ജഗത്തെന്ന് വിളിച്ചത്? സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത, ശബ്ദത്തിലൂടെ തന്നെ സ്ഥൂല സൂക്ഷ്മാർത്ഥങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജഗത്ത് എന്നതിന് സൂക്ഷ്മാർത്ഥം ജനിച്ചും ഇരുന്നും മാറിയും ഇരിക്കുന്നതെന്തോ അത് ജഗത്ത്. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനെല്ലാം ഒരു ജനനമുണ്ട്, കുറച്ചു കാലത്തെ ജീവിതമുണ്ട്, മരണമുണ്ട്. പക്ഷെ നമ്മൾ ആകാശത്തെ കാണുന്നു, ആകാശത്തിനും ജനന മരണങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട് എന്ന് പറയുകയാണ്. എപ്പോഴാണ് ആകാശം മരിക്കുന്നത്? എപ്പോ മനസ്സ് കെട്ടടങ്ങിയോ ആകാശമില്ല നമുക്ക്. എപ്പോ മനസ്സുണർന്നോ അപ്പൊ ആകാശം ജനിച്ചു. എത്ര നേരം മനസ്സുണ്ടോ അത്രയും നേരമേ എന്തുള്ളൂ? ആകാശമുള്ളൂ. ശരിയല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ ഉണർന്ന് കുറച്ചു നേരം നിന്ന് വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നു. ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ബോധിപ്പിച്ചു തരുന്നത് ആരാണ്? ഒരു ഈശ്വര ചൈതന്യം നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഭഗവത് ചൈതന്യമില്ലായിരുന്നുവെങ്കിൽ ഒന്നിൻ്റെയും ഉണരലും ഒന്നിൻ്റെയും സാന്നിധ്യവും ഒന്നും നമുക്ക് അനുഭവിക്കാനേ സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ ചൂടറിയുന്നു, അല്ലെങ്കിൽ ചൂട് കാറ്റ് അനുഭവിക്കുന്നു, ശരീരത്തിലൂടെയാണ് അനുഭവിക്കുന്നത്. പക്ഷേ അനുഭവിക്കാൻ ഉപയോഗിക്കുന്നത് ശരീരമാണെങ്കിലും അനുഭവിക്കുന്നത് മനസ്സല്ലേ? ഇപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് ഉറങ്ങിയിരുന്നു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചൂടുകാറ്റുണ്ടോ? ഒരു കാറ്റുമില്ല. പിന്നുള്ളത് ഒറ്റ കാര്യമുള്ളൂ, സുഖമായിട്ടുള്ള ഉറക്കം. ചൂടുമില്ല, തണുപ്പുമില്ല. അടുത്തിരിക്കുന്ന ആളുടെ കഴുത്തിലേക്ക്, അയാൾക്ക് ഭാഗവതത്തിന്റെ ഭാരം ഒരു ഭാഗത്തുണ്ട്, പുറമെ അയാളുടെ തലയുടെ ഭാരം കൂടി ഏൽക്കണം. അപ്പൊ 2 ഭാരം. അയാൾക്ക് വല്ല ചൂടുണ്ടോ? അയാൾക്ക് തണുപ്പുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ചൂടെന്ന അനുഭവം നമുക്ക് അനുഭവിപ്പിച്ചു തന്നത് മനസ്സല്ലേ? ചിന്തിക്കും. ആ മനസ്സിന് അനുഭവം തോന്നിപ്പിച്ചു തന്നത് ഈശ്വര സാന്നിധ്യമല്ലേ? അതുകൊണ്ട് ഈ ജഗത്ത് എപ്പോഴും ഉണ്ടായി കുറച്ചു നേരം നിന്ന് ഉറങ്ങുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരിക്കലും ഉണരാത്ത ഒരു ഈശ്വര ചൈതന്യമുള്ളതുകൊണ്ടാണ് എനിക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ എപ്പോഴും എവിടെയും എൻ്റെ കൂടെയിരിക്കുന്നത് ഭഗവത് സാന്നിധ്യം മാത്രമാണ്. ബാക്കിയൊക്കെ മനസ്സുള്ളപ്പോഴുണ്ട്, മനസ്സില്ലെങ്കിൽ ഇല്ല. അപ്പം ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഞാൻ ആരെയാണ് നിരന്തരം സ്മരിക്കേണ്ടത്? എൻ്റെ കൂടെ എപ്പോഴും ഇല്ലാത്തവരെ സ്മരിക്കണോ? എൻ്റെ കൂടെ എപ്പോഴും ഉള്ള സത്യത്തെ സ്മരിക്കണോ? ഇത് മനസ്സിലാക്കി പൂർവികന്മാര് അവരുടെ മനസ്സിനെ ഈശ്വരോന്മുഖമാക്കി അവർ ഈശ്വര സാക്ഷാത്കാരമെന്ന നിത്യ ആനന്ദ അനുഭൂതിയിലേക്ക് ഉയർന്നു പറയാം. ഇങ്ങനെയൊക്കെ സ്തുതിച്ചതിന് ശേഷം ആ ബ്രഹ്മാവ് പറയാണ്, ഭാഗ്യം സിദ്ധിച്ചവരാണ് ഈ കുട്ടികൾ. കാരണം സർവ്വജഗത്തിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ ഇതാ ഒരു കണ്ണന്റെ രൂപത്തിൽ കാണാനും ആ ഭഗവാന്റെ കയ്യിൽ നിന്ന് ചോറുള്ളകൾ വാങ്ങിക്കാനും എത്ര ഭാഗ്യം വേണം. അതിനൊരു ഭാഗ്യം വേണ്ടേ? ഈ ഭാഗവതം കേൾക്കാനൊരു ഭാഗ്യം വേണം, അത് മനസ്സിലാക്കാനൊരു ഭാഗ്യം വേണം, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനൊരു ഭാഗ്യം വേണം. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ആ ബ്രഹ്മാവ് പറയുന്നു, അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം നന്ദഗോപവ്രജോഗസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം നന്ദഗോപവ്രജോഗസാം. ഈ നന്ദഗോപരുടെ വ്രജഭൂമിയിലിരിക്കുന്ന ഗോപന്മാരുടെ പരമഭാഗ്യം, അത് പരമഭാഗ്യം തന്നെയാണ്. കാരണം എന്നിത്രം പരമാനന്ദം
പൂർണ്ണം ബ്രഹ്മസനാതനം. സനാതനമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ഈശ്വര ചൈതന്യം, എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഓടിച്ചാടി കളിക്കുന്നു പറയാണ്. ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തന്റെ സ്തുതികൾ ഉപസംഹരിപ്പിക്കുന്നു. അതിനുശേഷം ശ്രീശുക ബ്രഹ്മർഷി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദ്യം ചോദിക്കുകയാണ് പരീക്ഷിത് രാജാവ്. ഈ മഹർഷി, ബ്രഹ്മാവ് കുട്ടികളെയും പശുക്കുട്ടികളൊക്കെ മറച്ചതിന് ശേഷം ഭഗവാൻ വ്യത്യസ്ത രൂപങ്ങൾ എടുത്തുവല്ലോ. അവരോട് ഗോപികമാരുടെ അനുഭവം എന്തായിരുന്നു? പറഞ്ഞു, തങ്ങളുടെ കുട്ടികളെക്കാൾ ഒരു പ്രത്യേക ആകർഷണം ഗോപികമാർക്ക് ആ കുട്ടികളോട് തോന്നിയിരുന്നു. ചോദിച്ചു, അങ്ങനെ തോന്നിയപ്പോ അവർക്ക് ആ ഗോപന്മാരിലൊക്കെ കൃഷ്ണനെ കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്ന്. ഉടനെ പറയാണ്, അവര് തങ്ങളുടെ മക്കളിൽ കൃഷ്ണനെ കണ്ടിട്ടില്ല എങ്കിലും ഒരു പ്രേമം അവരുടെ ഉള്ളിൽ ദൃഢമായിരുന്നു. തങ്ങളുടെ കുട്ടികളെക്കാൾ കൂടുതൽ ഒരു ദൃഢമായ പ്രേമം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് പരമാർത്ഥമാണ്. വാസ്തവത്തിൽ അങ്ങേക്ക് തോന്നുന്നുണ്ടോ കൃഷ്ണനോടുള്ള പ്രേമമെന്ന് പറയുന്നത് ഒരു വ്യക്തിയോടുള്ള പ്രേമമാണെന്ന് അല്ല എന്ന് പറയാണ്. അത് അങ്ങ് കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് കൃഷ്ണനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് കൃഷ്ണനെ നിർവചിക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. ഭാഗവതത്തിലെ അതിഗംഭീരമായ ശ്ലോകമാണ്. 14-ാം അധ്യായത്തിൽ 54, 55, 56 തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങൾ പറയുന്നു. തസ്മാൽ പ്രിയതമ സ്വ ആത്മാ സർവേഷാമഭിദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം കൃഷ്ണമേവമവേഹിത്വം ആത്മാനം പരമാത്മനാം ജഹൽഹിതായ സോപ്യത്ര ദേഹീവ ഭാതി മായാം വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാൻ സുചരിഷ്ണുജ ഭഗവൽ രൂപമഖിലം ന അന്യത് വസ്തുയ കിഞ്ചന. ഈ ശ്ലോകങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. പറയുന്നു, തസ്മാൽ പ്രിയതമ ആത്മാ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്നാ ചോദിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടത് നമ്മളാക്കി തീർക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണ്. നമ്മൾ 2 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? സ്വാമി, ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നത്, അല്ലെ ഞാൻ എൻ്റെ മോനെയാണ് സ്നേഹിക്കുന്നത്. അവന് വേണ്ടിയിട്ടല്ലേ സ്വാമി ഞാൻ ജീവിക്കുന്നത്? കല്യാണം കഴിച്ചാൽ ഒരു ഭാര്യയുടെ ധർമ്മം ഭർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ? ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ ചിലർ പറയും ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു. അയ്യോ, അമ്മയല്ലേ നമുക്ക് ജന്മം തന്ന അമ്മയെ സ്നേഹിക്കുന്നു. കാര്യം തുറന്നു പറയാലോ, ഞാൻ പണത്തിനെയാണ് സ്നേഹിക്കുന്നത്. ഇങ്ങനെ പലരും പല രീതിയിൽ അവരുടെ സ്നേഹം പറയും. ചോദ്യം അതല്ല, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ഉറപ്പായിട്ടും നമുക്ക് തന്നെ ഉത്തരം വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ്. അവനവനെ സ്നേഹിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ പറയാണ്. അങ്ങനെ പറയാൻ പറ്റൂ നമ്മളെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത്? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ആരാ പഠനം നടത്തിയത്? ഒരു കോമ്പറ്റീഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു മാഗസിൻ നടത്തുന്നവർ പഠനം നടത്തി ബോംബെയിൽ വെച്ചിട്ട്. അവർ നടത്തിയ പഠനം എങ്ങനെയായിരുന്നു? 5 മൊബൈൽ ടെലിഫോൺ കമ്പനിക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ ഫോൺ ഞങ്ങൾ ടാപ്പ് ചെയ്യുന്നു. ഒരു സമയം നിങ്ങളുടെ ഫോൺ 500,000 ആൾക്കാരുടെ എത്ര ആളുകളുടെ ഫോൺ അവർ ടാപ്പ് ചെയ്യാന്ന് ചോദിച്ചു. ഇത്രയും സമയം ടാപ്പ് ചെയ്യുള്ളൂ. അത് വളരെ ഒഫൻസാണ് മറ്റൊരാളുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നത്. ഏതായാലും കമ്പനി അവർ സമ്മതിച്ചു. ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു സമ്മതിച്ചു. ഇവരൊരു സമയം നിശ്ചയിച്ചു. ഇത്ര സമയം മുതൽ ഇത്ര സെക്കൻഡുകളെ നോക്കിയുള്ളൂ. 3-4 സെക്കൻഡ് നേരം. അവരുടെ പഠനം ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പദം വേർഡ് ഏതാണ്, ഏത് ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവർ നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത്, എല്ലാ ടെലിഫോണും ഒരുമിച്ച് അവർ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഞാൻ, എൻ്റെ, ഞാൻ, എൻ്റെ, ഞാൻ. നിങ്ങൾ ടെലിഫോൺ ചെയ്യുന്ന സമയത്തൊന്ന് ടാപ്പ് റെക്കോർഡറിലൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കൂ. ഞാൻ അവിടെ പോയി, ഞാൻ പോയില്ല, ഞാൻ കണ്ടു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, എനിക്ക് എപ്പോ എൻ്റെ എന്നുള്ള കാര്യങ്ങൾ ഒരു 1000 വട്ടം കയറി വരും. അപ്പൊ അതിലൂടെ തന്നെ മനസ്സിലാക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയായിരിക്കണം? നമ്മളെ തന്നെയാണ്.